ദുർവ്യാഖ്യാനിച്ച് ഒപ്പിക്കാൻ നോക്കുന്നു. ആ ഗതികേടൊന്ന് കേട്ടോളൂ. റസൂലുള്ളാഹിക്ക് പറയുന്ന സലാം റസൂലുള്ളാഹിനോട് സഹായം തേടലാണ്. റസൂലുള്ളാഹിക്ക് പറയുന്ന സലാം റസൂലുള്ളാഹിനോട് സഹായം തേടലാണ്. കണ്ടോ, തെളിവാണ്. റസൂലുള്ളാഹിക്ക് നമ്മൾ പറയുന്ന അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുന്നില്ലേ, അതന്നെയാണ് തെളിവ്. റസൂലുള്ളാഹിനോട് വിളിച്ച് തേടാൻ. എന്നിട്ട് പറയാണ് 4 ഇമാമിയങ്ങളും ഇത് ചെയ്തിട്ടില്ലേ എന്ന് കേട്ടോ. 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു പറഞ്ഞിട്ടില്ലേ മൗലവി? 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു പറഞ്ഞിട്ടില്ലേ മൗലവി? കേട്ടോ, എന്താ തെളിവിന്റെ കോലം? ഈ 4 മദ്ഹബിന്റെ ഈ 4 ഇമാമിയങ്ങൾ റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയത് കൊണ്ടുവരാൻ കഴിയൂല എന്ന് ഉറപ്പായി പേരോട് സമ്മതിച്ചു. കാരണം അതുണ്ടെങ്കിൽ മൂപ്പരിപ്പവിടെ പറയും ഇത് അവസാനത്തെ മരണത്തിൽ കിട്ടുന്ന പിടിവലിയ. അതുമില്ല എന്ന് ബോധ്യായി. അപ്പൊ അവസാനം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്ന സലാം റസൂലുള്ളാഹിനോട് സഹായം തേടലാണ്. അപ്പൊ 4 ഇമാമിയങ്ങളും അങ്ങനെ ചൊല്ലുന്നില്ലേ എന്ന് പേരോടെ പറഞ്ഞു തരാം. 4 ഇമാമിയങ്ങൾ മാത്രമല്ല എങ്കിൽ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും എന്തിനാ നിങ്ങൾ 4 ഇമാമിയങ്ങളുടെ പേരിൽ മാത്രം ഒതുക്കിയത്? അതാ ബുദ്ധിയും ബോധവും വിവേകവുമുള്ള സർവ മുസ്ലിം പുരുഷന്മാരും സർവ മുസ്ലിം സ്ത്രീകളും അതാ പറയുന്നില്ലേ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഇവരൊക്കെ റസൂലുള്ളാഹിനെ വിളിച്ച് തേടുകയാണോ? നിങ്ങൾ എങ്ങനെയാ അത് ഒപ്പിക്കാൻ നോക്കിയത്? നമ്മൾ റസൂലുള്ളാഹിക്ക് സലാം പറയാണല്ലോ. അപ്പൊ റസൂലുള്ളാഹിക്ക് സലാം പറയുമ്പോ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ആരോട് സലാം പറഞ്ഞാലും ഇദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ. നിങ്ങളിലേക്ക് സലാം കൊണ്ട് അഭിവാദ്യം നൽകപ്പെട്ടാൽ ആ രൂപത്തിൽ തന്നെ നിങ്ങൾ തിരിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തമമായ നിലയ്ക്ക് സലാം അഭിവാദ്യത്തിന് മറു അഭിവാദ്യം നടത്തണേ. ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ അയാളുടെ വ്യാഖ്യാനം പോകുന്നത് കേട്ടോ. അപ്പൊ റസൂലുള്ളാഹിനോട് നമ്മൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോ അള്ളാന്റെ റസൂൽ അത് മടക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പൊ റസൂലുള്ള അത് മടക്കണം എന്ന സഹായത്തേട്ടമാണ്. ആ സഹായത്തേട്ടമാണ് നമ്മൾ അതിലൂടെ തേടുന്നത്. ഇത്ര ഗതികെട്ട് പോയല്ലോ. ചോദിക്കട്ടെ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നത് അള്ളാന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കലാണെങ്കിൽ നബിയും ഇത് തന്നെ പറഞ്ഞിട്ടില്ലേ? ചോദ്യം 1. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമസ്കരിച്ചപ്പോ ഇത് തന്നെയല്ലേ പറഞ്ഞത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഓ മുസ്ലിയാരെ, റസൂലുള്ളാഹിനോട് തന്നെ ഇസ്തിഗാസ നടത്തിയോ? അള്ളാന്റെ റസൂലുള്ളാഹിനെ തന്നെ വിളിച്ച് തേടിയതാണോ? തീർന്നില്ലല്ലോ. അള്ളാന്റെ റസൂലിന്റെ പിന്നിൽ നിസ്കരിക്കുന്ന സഹാബത്തും ദൂരദേശത്ത് വെച്ച് നിസ്കരിക്കുന്ന സഹാബിമാരുമൊക്കെ അന്നും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞില്ലേ? അവരും റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടിയതാണോ? റസൂൽ അവരെ സഹായിച്ചിട്ടുണ്ടോ? മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമാണോ നമ്മൾ സലാം പറയാറ്? അതാ ഖബർസ്ഥാനിലേക്ക് ചെന്നാൽ മുസ്ലിമീങ്ങളെ, ഇസ്ലാമിൽ സുന്നത്തായ ഖബർ സിയാറത്തില്ലേ? ആ ഖബറാളികൾ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള മഖ്ബറയുടെ സമീപത്തേക്ക് അതാ പള്ളിക്കാട്ടിലായാലും പ്രത്യേകം തയ്യാറാക്കപ്പെട്ട മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും അതാ നൂറുകണക്കിന് ആളുകളെ ഖബറടക്കിയിട്ടുള്ള ഖബർസ്ഥാനിലേക്ക് മുസ്ലിമേ നമ്മൾ ചെല്ലുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നില്ലേ? അതൊക്കെ അവരെ വിളിച്ച് സഹായം ചോദിക്കുകയാണല്ലേ? നിങ്ങളുടെ വിശ്വാസപ്രകാരം അവരും കേൾക്കുന്നുണ്ടല്ലോ, അവരും അലൈക്കും അസ്സലാം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അവരോടും സഹായത്തേട്ടമാണല്ലേ? പേരോടെ നിങ്ങളിങ്ങനെയല്ല ഈ രൂപത്തിലുള്ള മക്ബറകളിലേക്ക് അതാ വാപ്പയുടെ ഖബർസ്ഥാനിലാണെങ്കിലും ആരുടെ ഖബർസ്ഥാനിലാണെങ്കിലും പോയിട്ട് അതാ അസ്സലാമു അലൈക്കും പറയുമ്പോ അവരെയൊക്കെ വിളിച്ച് തേടുകയാണല്ലേ? ഇസ്തിഗാസ നടത്തുന്നുവല്ലേ? അവരെയൊക്കെ വിളിച്ച് സഹായം ചോദിക്കുന്നുവല്ലേ? തെളിവില്ലെങ്കിൽ
നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ രൂപത്തിലുള്ള ദുർവ്യാഖ്യാനത്തിലേക്ക് പോകലല്ലാതെ നിങ്ങൾക്ക് യാതൊരു നിർവാഹവുമില്ല. മാത്രമല്ല, നിങ്ങളോട് ചോദിക്കട്ടെ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയൽ നിർബന്ധല്ലേ? അപ്പൊ നിങ്ങളുടെ വ്യാഖ്യാന പ്രകാരം റസൂലുള്ളാഹിനോട് അത് ആ സഹായം തേടൽ നിർബന്ധമാണെന്നല്ലോ വരിക. എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇസ്തിഗാസ നിർബന്ധം എന്ന് പറയാതെ അതൊരു ജായിസാണ് എന്ന് നിങ്ങൾ പറയുന്നത് എന്തിനാണ്? വേണ്ടവര് ചെയ്താ മതി എന്നാണല്ലോ പറയുന്നത്. ഉദാഹരണവും പറയാറില്ലേ, അള്ളാഹു അല്ലാത്തവരോട് തേടുമ്പോ അത് ബെൻസ് കാറിൽ പോകാൻ എത്തുന്നത് പോലെ അള്ളാഹിനോട് തേടുമ്പോ ഒരു KSRTCയുടെ ഒക്കെ ഉദാഹരണം നിങ്ങൾ പറയാറില്ലേ? ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്മ് എന്താണ്? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെ കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമിയത്തുള്ള വിശദീകരണവും ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയാ ഹുക്കുമാണ്, അനുവദിക്കപ്പെട്ടതാണെന്നുള്ളത്. അപ്പോ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പൊ തഹീറിനെ തേടുമ്പോൾ തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല. ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പൊ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പൊ വരുന്ന ഉസ്താദിന്റെ അഭിപ്രായം എന്താണ്? അപ്പൊ പ്രതിഫലം ഉണ്ടോ? അപ്പൊ അദ്ദേഹം പറയുന്നത്, അനുവദനീയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തന്നെയാണ് അതിന്റെ വിധി, ഒരു സംശയവുമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം വല്ലതുണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്ന നിലയിൽ അനുവദിക്കപ്പെട്ടത് എന്ന നിലയിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാണല്ലേ? അതെ, അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പൊ ഒരു വെറും പ്രവർത്തനല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത്, ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറയിൽ അനുവദിക്കപ്പെട്ട കുറെ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിന്റെ വിധി എന്താണ്? അനുവദനീയാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. ചോദിക്കട്ടെ, ഇതൊക്കെയാണോ നിങ്ങളുടെ പ്രമാണം? 8 റൗണ്ട് ഗണ്ണനമങ്ങ് നീങ്ങിയപ്പോ, 8 റൗണ്ട് ഗണ്ണനമങ്ങ് നടന്നപ്പോ ഒരു തെളിവുമില്ലാതെ, ഇസ്തിഗാസയെ പറ്റി ഒരു തെളിവും പറയാൻ സാധ്യമല്ലാതെ ഇത്ര പൊട്ടിപ്പോയല്ലോ. ഇതൊക്കെ നിങ്ങൾ എന്തിനാ 8ാം ഖണ്ഡനത്തിലേക്ക് ഈ തെളിവ് മാറ്റിവെച്ചത്? 1ാമത്തെ ഖണ്ഡനത്തിൽ തന്നെ ഇതങ്ങ് പറഞ്ഞുകൂടായിരുന്നു? 2ലും 3ലും 4ലും 5ലും 6ലും 7ലും ഒന്നും പറഞ്ഞുകൂടായിരുന്നു? ഇപ്പൊ അവസാനം ഗതിയില്ലാതെ വന്നപ്പോ പിടിച്ചു തൂങ്ങുന്നുവല്ലേ? സാധ്യമല്ല. ഓർമ്മപ്പെടുത്തുന്നു,